TP രാമകൃഷ്ണന് നോട്ടീസ് അയച്ചിരുന്നു. ഇന്നലെ TP രാമകൃഷ്ണന് നോട്ടീസ് അയച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ റിട്ടേണിംഗ് ഓഫീസർ ഫാത്തിമ തഹ്ലിയയ്ക്കും നോട്ടീസ് അയക്കുന്നു. 3 പേരുടെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഉണ്ടായെന്ന് കാണിച്ചുകൊണ്ട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കുന്നു. ആ നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ടോ? അതെ, നോട്ടീസിന്റെ കാര്യം ഇപ്പോഴും ഇന്നും ഞാൻ ന്യൂസ് കേൾക്കുന്നത് അവിടെ പിന്നെ ഈ പറയുന്ന അനൗൺസ്മെന്റ് ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാ. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ലെവലിലാണ് LDF ഇടപെടുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് LDFന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം. അത് ഈ പേരാമ്പ്രയിലും അവർ ഇറക്കിയിരിക്കുകയാണ്. തുടക്കം മുതലേ പല രൂപത്തിലും അവർ ഈ നാടിന്റെ വികസന മുരടിപ്പിനെ കുറിച്ച് പറയുന്നതിൽ നിന്ന് എന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ സംസാരിക്കും ഈ നാട്ടിലുള്ള വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ LDF മനഃപൂർവ്വം ഇറക്കുന്ന ഒരു കാർഡാണ് ഇതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിലെന്താ സംശയം? അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് ഫാത്തിമ, അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നേരിടാൻ ഒരുങ്ങുന്നത്? അതെ, ഞങ്ങളിത് ലീഗലി മൂവ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1-ാം തീയതി വൈകിട്ട് ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഈ വിഷയത്തിൽ പരാതി ഓൾറെഡി കൊടുത്തതാണ്. ആ പരാതിക്ക് മേൽ FIR ഇട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്നലെ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നറിയുന്നു. അതിനപ്പുറത്തേക്ക് ഒരു കൗണ്ടർ കംപ്ലൈൻറ്റ് എന്നുള്ള രൂപത്തിൽ ഇടപെടുക, എന്നിട്ട് അത് അതിൽ ഞങ്ങൾക്ക് നേരെ നോട്ടീസ് അയക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നടത്തി. ഇത് അസൽ ഡ്രാമയാണ്. അവരെ കയ്യോടെ പൊക്കിയപ്പം ഇത് മറുത്തൊരു വാദമുണ്ടായിട്ട് ആളുകളെ കൊണ്ട് കംപ്ലൈൻറ്റ് ഏൽപ്പിച്ച് ഞങ്ങൾക്ക് നേരെ ആരോപണവുമായിട്ട് വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഈ നാട്ടിലുള്ള ജനങ്ങൾ